പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 1 ക്ലാസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. The word trigonometry is derived from the Greek words trigon and metron, and it means measuring the sides of a triangle. So trigonometry means measuring the sides of a triangle. It deals with the sides and angles of a triangle. നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ കൺസിഡർ എ ട്രയാങ്കിൾ എ ബി സി വിത്ത് സൈഡ്സ് എ ബി ആൻഡ് ആർ. ആർ ഈസ് ദി ഹൈപ്പോത്തന്യൂസ്. കൺസിഡർ എ ആംഗിൾ എക്സ്. സപ്പോസ് ദിസ് ആംഗിൾ ഈസ് എക്സ്. ദെൻ we define cos x is equal to adjacent side by hypotenuse. അല്ലേ? അപ്പോൾ ഈ എക്സ് എന്നുള്ള ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് എ വരും, ഓപ്പോസിറ്റ് സൈഡ് ആണ് ബി വരിക, ആൻഡ് ഹൈപ്പോത്തന്യൂസ് ഈസ് ആർ. സോ കോസ് എക്സ് ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോത്തന്യൂസ് ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ആർ. കോസ് എക്സ് റേഷ്യോ, ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആംഗിൾ എന്തായിരിക്കണം? എക്സ് ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾ ആകുമ്പോഴാണ് ഇത് നമുക്ക് ഈ വാല്യൂ കിട്ടുക. കോസ് എക്സ് ഈക്വൽ എ ബൈ ആർ. അതുപോലെ സൈൻ എക്സ് എന്തായിരുന്നു? സൈൻ എക്സ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോത്തന്യൂസ്, ദാറ്റ് ഈസ് ബി ബൈ ആർ. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ബി ബൈ ആർ, ആൻഡ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ബി ബൈ എ. ടാൻ എക്സ് ഈക്വൽ ടു ബി ബൈ എ. സോ we have studied the ratios. ഈ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത് വരിക? സീക്ക് എക്സ് ആർ ബൈ എ എന്ന് വരും. അതുപോലെ സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക് ആർ ബൈ ബി. കോട്ട് എക്സ് പറഞ്ഞാൽ എ ബൈ ബി എന്നും വരും. ഈ രീതിയിലാണ് നമ്മൾ റേഷ്യോസ് ആയിട്ട് പഠിച്ചത്. സോ വി ഹാവ് സ്റ്റഡീഡ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾസ്. ഇതിലെ അക്യൂട്ട് ആംഗിൾ ലെസ് ദാൻ 90 ആംഗിൾ നമ്മൾ പഠിച്ചത് ആസ് ദി റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക, അതിന്റെ സൈഡ്സ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നിവ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആയിട്ടാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ജനറലൈസ് ദി കൺസെപ്റ്റ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ടു ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആൻഡ് സ്റ്റഡി ദ പ്രോപ്പർട്ടീസ്. ഇപ്പൊ ട്രിഗണോമെട്രിക് റേഷ്യോ എന്നുള്ളത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആക്കി മാറ്റും. ഫങ്ഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു കറക്റ്റ് ഡൊമൈൻ ഉണ്ടാവും, ഒരു റേഞ്ച് വരും. അല്ലെ? ഒരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചില്ലേ? ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ അതിലെ ഡൊമൈനിൽ ഓരോ എലമെന്റിനും യുണീക്ക് ഇമേജ് വരണം. ആ രൂപത്തിൽ വരുന്നതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള രീതിയിൽ ആംഗിൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ആംഗിൾ. What is the definition of an angle? An angle is obtained by rotating a ray. OA എന്നുള്ളത് ഒരു റേ ആണ്. ആ റേ റൊട്ടേറ്റ് ചെയ്യാം. ഇനീഷ്യൽ സൈഡ് ആ ഫസ്റ്റിലുള്ളത്, അത് ഈ ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്താൽ അവിടെ ടെർമിനൽ സൈഡ് ആകും. ഈ ലാസ്റ്റ് വരുന്ന ആഫ്റ്റർ റൊട്ടേഷൻ കിട്ടുന്ന സൈഡിനെ ടെർമിനൽ സൈഡ് എന്ന് പറയും. സോ an angle is a measure of rotation of a given ray about its initial point. ഇപ്പോൾ ഒരു പോയിന്റ് എന്നുണ്ടോ, ഈ പോയിന്റ് വെച്ചിട്ട് ഒരു റേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ പോയിന്റ് ഇതാണ് ഇനീഷ്യൽ സൈഡ് ഓഫ് എ ഇനീഷ്യൽ പോയിന്റ്. ഈ പോയിന്റ് വെച്ചിട്ട് റേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ സൈഡ് എന്തായി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടെർമിനൽ സൈഡ് കിട്ടും. അപ്പോൾ there are two types of angles. One, if the rotation of the ray is in this direction, anti-clockwise direction, then the angle is positive angle. If the ray is rotating in the clockwise direction, ഈ ഡയറക്ഷൻ ആണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ ആണ് വരിക. അപ്പോൾ ഇനീഷ്യൽ സൈഡ് ഇവിടെ തന്നെ വരുന്നത്, ടെർമിനൽ സൈഡ് ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലേ. ദി പോയിന്റ് ഓഫ് റൊട്ടേഷൻ ഈസ് കാൾഡ് ദി വെർട്ടെക്സ്. ഈ പോയിന്റ് ഇല്ലേ, പോയിന്റ് ഓഫ് റൊട്ടേഷൻ, ഏത് പോയിന്റിലാണ് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ വെർട്ടെക്സ് എന്നും പറയും. സോ ആംഗിൾ ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ അബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ്. ഈ പോയിന്റ് വെച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ആംഗിൾ എന്ന് പറയാം. നമുക്കറിയാം, ദി പോയിന്റ് ഓഫ് റൊട്ടേഷൻ ഈസ് കാൾഡ് ദി വെർട്ടെക്സ്.
If the direction of rotation is anti-clockwise, the angle is said to be positive. അപ്പൊ ഈ ഡയറക്ഷൻ ആണെങ്കിൽ ഇതണ്ടില്ലേ, ഇങ്ങോട്ടാണെങ്കിൽ അതിനെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയും. ആൻഡ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്, അങ്ങോട്ട് താഴോട്ടാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ആംഗിൾ എന്നും പറയും. അപ്പൊ പോസിറ്റീവ് ആംഗിൾ ഉണ്ട്, നെഗറ്റീവ് ആംഗിളും വരുന്നുണ്ട്. ഇനി മെഷർ ഓഫ് എൻ ആംഗിൾ, ഒരു ആംഗിൾ നമുക്ക് മെഷർ ചെയ്യണം. The measure of an angle is the amount of rotation performed to get the terminal side from the initial side. ഇനീഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡ് കിട്ടാൻ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ എമൗണ്ട്, ആ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ കാണുന്നതിനാണ് മെഷർ ഓഫ് ആൻ ആംഗിൾ എന്ന് പറയാം. വി ഹാവ് ടു മെഷേഴ്സ്, വൺ ഈസ് ഡിഗ്രി മെഷർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റേഡിയൻ മെഷർ. ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ ഇഫ് എ റൊട്ടേഷൻ ഫ്രം ഇനീഷ്യൽ സൈഡ് ടു ദി ടെർമിനൽ സൈഡ് ഈസ് 1/360 ഓഫ് എ റവല്യൂഷൻ. ഒരു റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ടും കൊടുത്തല്ലോ, അതിനാണ് 1 റവല്യൂഷൻ എന്ന് പറയാം. അതിന് 360 ഡിഗ്രി 360 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ ഓരോ പാർട്ടും 1/360 ഓഫ് എ റവല്യൂഷൻ. ദി ആംഗിൾ ഈസ് സെറ്റ് ടു ഹാവ് എ മെഷർ ഓഫ് 1 ഡിഗ്രി. അപ്പോ ഇഫ് എ റൊട്ടേഷൻ ഫ്രം ഇനീഷ്യൽ സൈഡ് ടു ദി ടെർമിനൽ സൈഡ് ഈസ് 1/360 ഓഫ് എ റവല്യൂഷൻ, ദി ആംഗിൾ ഈസ് സെറ്റ് ടു ഹാവ് എ മെഷർ ഓഫ് 1 ഡിഗ്രി. അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ മൊത്തം എടുത്താൽ 1 റവല്യൂഷൻ എന്ന് പറയും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇതേ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ 1 റവല്യൂഷൻ എന്ന് പറയാം. അപ്പൊ അത് 360 ഡിഗ്രി ആയിട്ട് എടുക്കുക എങ്കിൽ അതിന്റെ ഓരോ പാർട്ടും 1 ഡിഗ്രി ആയിട്ടാണ് വരിക. 360 ഡിഗ്രി ആക്കി എടുത്താൽ അതിൽ ഓരോന്ന് വരുന്നു. അപ്പൊ 1/360 ഓഫ് എ റവല്യൂഷൻ ഈസ് 1 ഡിഗ്രി. 1 ഡിഗ്രി ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. 1 ഡിഗ്രി ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. ഇത് വായിക്കുന്നത് 1 ഡിഗ്രി എന്നാണ് വായിക്കുക. 1 ഡിഗ്രി ഈസ് ഡിവൈഡഡ് ഇൻടു 60 മിനിറ്റ്സ്. വീണ്ടും ഈ 1 ഡിഗ്രി എന്നുള്ളത് നമ്മൾ 60 മിനിറ്റ്സ് ആയി ഡിവൈഡ് ചെയ്യും. ആൻഡ് എ മിനിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 60 സെക്കൻഡ്. ഒരു മിനിറ്റിന് നമുക്ക് വീണ്ടും 60 സെക്കൻഡ് ആയിട്ടും സബ് ഡിവൈഡ് ചെയ്യാം. ഇതുപോലെ സബ് ഡിവൈഡ് ചെയ്യാം. 1 മിനിറ്റ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ്. 1 സിംഗിൾ കോഴ്സ് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ 1 ഡിഗ്രി എന്ന് പറയും. അതുപോലെ 1 സെക്കൻഡ് ഈസ് റിട്ടൺ ആസ് ലൈക്ക് ദിസ്. ഇല്ലേ, ഇത് 1 മിനിറ്റ്, ഇത് 1 സെക്കൻഡ്. ഇല്ലേ, so we get 1 degree is equal to 60 minutes. ഇല്ലേ, 1 degree is equal to 60 minutes. അതുപോലെ 1 മിനിറ്റ് ഈക്വൽ എന്ന് വരും. 1 മിനിറ്റിനെ സിമ്പിൾ യൂസ് ചെയ്യാം, ഈക്വൽ ടു 60 സെക്കൻഡ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. അപ്പൊ ഇതാണ് ഡിഗ്രിയുടെ സബ് ഡിവിഷൻസ് ആണ്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ് ആൻഡ് 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്. നോക്കൂ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 1 റവല്യൂഷൻ ആയില്ലേ. 1 റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഇല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് റേ റൊട്ടേറ്റ് ചെയ്ത് ഒരു റൊട്ടേഷൻ ഫുള്ളാക്കിയാൽ 360 ഡിഗ്രി. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴോ എന്നുള്ള പോയിന്റ് വീണ്ടും ഇവിടെ എത്തി. ഇവിടെ എ ബി സെയിം അല്ലേ, ഒ എന്നുള്ള പോയിന്റ് തന്നെയാണ്. വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒ ബി ഇവിടെ വന്നു. ഇവിടെ ഒ ഇങ്ങോട്ടാണ്, ഒ ബി ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എത്ര ഇത് വന്നു, 180 ഡിഗ്രി എന്ന് വരും. അതുപോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴേ ഇത് 270 ഡിഗ്രിയാണ് വരിക. ഇനി 420 ഡിഗ്രി കിട്ടും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 360 എന്ന് വരും. വീണ്ടും ഒരു 60 ഡിഗ്രി കൂടി പോവുക. ഒരു റൊട്ടേഷനായ 360. വീണ്ടും കുറച്ച് മുന്നോട്ട് വരും. 60 ഡിഗ്രി കൂടി വന്നാൽ എന്തായി, 420 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രിയും 420 ഡിഗ്രി ഒരേ ആംഗിളാണ് നമുക്കിവിടെ കാണാം. അതുപോലെ -30 ഡിഗ്രി. -30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയി ക്ലോക്ക് വൈസിലായിരിക്കണം. ക്ലോക്ക് വൈസിൽ -30 വരിക. ക്ലോക്ക് വൈസ് 30 വന്നാൽ -30 ഡിഗ്രി എന്ന് വരും. അപ്പൊ -420 ഡിഗ്രിയോ, -420 ഡിഗ്രി പറഞ്ഞാൽ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് 360 വന്നു, പിന്നെ 60 കൂടി. അപ്പൊ -420 എന്ന് വരും. ഇല്ലേ, ഇതാണ് വ്യത്യസ്ത ആംഗിൾസ് ആണ് ഈ കാണുന്നത്. ഇനി റേഡിയൻ മെഷർ സെക്കൻഡ് വരുന്നതാണ് റേഡിയൻ മെഷർ. ഡിഗ്രി മെഷർ നമ്മൾ പറഞ്ഞു ഒരു റവല്യൂഷനെ 360 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഓരോ പാർട്ടാണ് ഓരോ ഡിഗ്രി. ഇനി റേഡിയൻ മെഷർ നമുക്ക് ഡിഫൈൻ ചെയ്യണം. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് O ആൻഡ് റേഡിയസ് 1 യൂണിറ്റ്. യൂണിറ്റ് സർക്കിൾ റേഡിയസ് 1 വരിക. ഈ റേഡിയസ് 1 വരുന്നു, സെന്റർ O. ദെൻ ആൻ ആർക്ക് ഓഫ് ലെങ്ത് AB. ABയുടെ ലെങ്ത് 1 ആണെങ്കിൽ സെന്ററിൽ ഉണ്ടാക്കുന്നത് 1 റേഡിയൻ ആയിരിക്കും. അപ്പൊ റേഡിയസ് 1 ആവുമ്പോൾ ഇവിടെ 1 വരണം. അത് സെന്ററിൽ ഉണ്ടാക്കുക 1 റേഡിയൻ ആയിരിക്കും. ലെറ്റ് ആർക്ക് ഓഫ് ലെങ്ത് AB is equal to 1 യൂണിറ്റ്. ഈ ലെങ്ത് 1 യൂണിറ്റ് വരിക. OA is the initial side. OA initial side ആണ്, OB terminal side ആണ്. ഉണ്ടല്ലേ, ഓഫ് ദി ആംഗിൾ AOB. Then angle AOB is equal to 1 radian. Angle AOB is equal to 1 radian. ഈ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇല്ലേ, AOB is equal to 1 radian. അപ്പോൾ റേഡിയസ്
അതായത് ആർക്ക് ലെങ്ത് ഈക്വൽ ടു ദി റേഡിയസ്, റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ആർക്ക് ലെങ്ത് സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റേഡിയസ് 1 ആണെങ്കിൽ ആർക്ക് ലെങ്ത് 1, സെന്റർ ഉണ്ടാക്കുക 1 റേഡിയൻ. So angle subtended at the center by an arc of length 1 unit in a unit circle is said to have a measure of 1 radian. Angle subtended at the center of a circle by an arc of length 1 unit in a unit circle. ഒരു യൂണിറ്റ് സർക്കിളിൽ സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ലെങ്ത് 1.5 ഉണ്ട് വിചാരിച്ചോളൂ, ഇതുവരെ വരും. അപ്പോൾ സെന്റർ ആംഗിൾ എത്ര ആയിരിക്കും? റേഡിയസ് 1 ആണ്. അപ്പോൾ ഇവിടെ 1.5 ഉണ്ടാകുമ്പോൾ ഇവിടെ സെന്ററിൽ ഇവിടെ ഉണ്ടാകുന്ന 1.5 റേഡിയൻ വരും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 1 റേഡിയൻ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു 1 റേഡിയൻ കൂടി എടുത്ത് വിചാരിക്കാം. അപ്പൊ ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര വരും? ഇവിടെ 1 ഇവിടെ 1 2 വരില്ലേ? അപ്പൊ ഈ ലെങ്ത് 2 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ലെങ്ത് 2 ആണെങ്കിൽ സെന്ററിൽ ഉണ്ടാക്കുന്ന 2 റേഡിയൻ വരും. നമുക്കറിയാം ഒരു ഇതിന്റെ മൊത്തം സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ 2πr ആണ്. റേഡിയസ് 1 ആകുമ്പോൾ 2π എന്നാണ് വരിക അല്ലെ? ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 2π എന്നാണ് വരിക. സോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 2π എന്ന് കിട്ടും. അപ്പൊ ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 2π റേഡിയൻ വരും. അതായത് ഇവിടുന്ന് 1 ആകുമ്പോൾ 1 റേഡിയൻ, ഇവിടെ ഇങ്ങോട്ട് ലെങ്ത് 2 ആണെങ്കിൽ 2 റേഡിയൻ വരും. 3 ആണെങ്കിലോ 3 ആണെങ്കിൽ 3 റേഡിയൻ വരും. അങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 2π വരും മൊത്തം ലെങ്ത്. അപ്പൊ ഈ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ ഏതായിരിക്കും? ഒരു റെവല്യൂഷൻ 2π റേഡിയൻ എന്നാണ് നമുക്ക് കിട്ടുക. ഇവിടുത്തെ 1 ആണെങ്കിൽ 1 റേഡിയൻ, 1.5 ആണെങ്കിലോ ഇവിടെ നിന്നുള്ള ലെങ്ത് 1.5 ആണെങ്കിൽ 1.5 റേഡിയൻ വരും. ഇത് ലെങ്ത് 2 ആണെങ്കിൽ 2 റേഡിയൻ കിട്ടും ഇല്ലേ? ഇനി ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതേ ലെങ്ത് AB1 എടുത്തു, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ക്ലോക്ക് വൈസിലാണ് എടുക്കുന്നത്, -1 റേഡിയൻ കിട്ടി ഉണ്ടല്ലേ? ഇനി ഇവിടെ ഇങ്ങോട്ടുള്ളത് ഈ ലെങ്ത് 1.5 റേഡിയൻ ഉണ്ട്, പക്ഷെ ഈ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് വരും, -1.5 റേഡിയൻ കിട്ടും. ഇതാണ് വ്യത്യസ്ത ആംഗിൾസ്. We know that the circumference of a circle of radius 1 unit is 2π. 2πr ആണ്, 2πr 6 1 കിട്ടും, അപ്പൊ 2π. So the one complete revolution of initial state subtends an angle of 2π radian. ഇല്ലേ? സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ 2π റേഡിയൻ ആയിരിക്കും. 1 revolution of initial state subtends an angle of 2π radian. റേഡിയൻ മെഷർ ആകുമ്പോൾ 2π റേഡിയൻ വരും. ഒരു റെവല്യൂഷൻ ഡിഗ്രി ആണെങ്കിലോ 360 ഡിഗ്രി നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ 2π റേഡിയൻ ഈസ് ഈക്വൽ 360 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നോക്കൂ, ഒരു സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. 1 ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ? സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. 6 ആണെങ്കിൽ ഈ ആർക്ക് ലെങ്ത് 6 വരുമ്പോൾ ആർക്ക് ലെങ്ത് 6 ഉണ്ടാകുമ്പോൾ സെന്ററിൽ 1 റേഡിയൻ ഉണ്ടാകും അല്ലെ? ഈ റേഡിയസിന് ഈക്വൽ ആയിട്ട് ഒരു ആർക്ക് ലെങ്ത് എടുക്കുക. റേഡിയസ് 6 ആണെങ്കിൽ ഇവിടെ റേഡിയസ് 1 ആണെങ്കിൽ ഇവിടെ 1 വന്നാൽ മതി, 1 റേഡിയൻ കിട്ടും. ഇവിടെ 2 ആണെങ്കിലോ റേഡിയസ് 2 ആണെങ്കിൽ ഇവിടെ 2 വരണം. ക്ലിയർ അല്ലേ? അപ്പോ ലെറ്റ് R be the radius of a circle, then this arc of length R subtends 1 radian. റേഡിയസ് 6 ആണെങ്കിൽ ഇവിടെ സെന്ററിൽ 1 റേഡിയൻ ഉണ്ടാവും. അപ്പൊ ആർക്ക് ലെങ്ത് നോക്കൂ, 6 ആണെങ്കിൽ 1 റേഡിയൻ അല്ലെ? ഇനി 2r ആണെങ്കിലോ ഈ ലെങ്ത് എടുത്ത് വിചാരിച്ചോളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് 6, ഇവിടുന്ന് ഇതുവരെ വരുമ്പോൾ എന്തായി 2r എന്നാവും. ഇവിടെ 6 ഇവിടെ 1 വരില്ല, അപ്പൊ 2 റേഡിയൻ കിട്ടും. ഇപ്പൊ 2r ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 2 റേഡിയൻ വരും. ഈ ആർക്ക് ലെങ്ത് 3r ആണെങ്കിലോ 3r ആണെങ്കിൽ 3r ആകുമ്പോൾ 3 റേഡിയൻ ആണ് വരിക. തീറ്റയുടെ കാര്യം 3 റേഡിയൻ വരും. അതുപോലെ നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഈ മൊത്തം ചുറ്റളവ് എത്ര വരും? ഒരു സർക്കിളിന്റെ മൊത്തം ചുറ്റളവ് 2πr നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 2πr ആണ് വരിക. അപ്പോ 6 ആയാലും 1 റേഡിയൻ, 2r ആകുമ്പോൾ 2 റേഡിയൻ, 3r ആകുമ്പോഴോ 3 റേഡിയൻ. അങ്ങനെ വന്നിട്ട് ഇവിടെ മൊത്തം വരുമ്പോൾ എന്താവും? 2πr എന്ന് വന്നു കഴിഞ്ഞാലോ 2πr വന്നാൽ 2π റേഡിയൻ എന്നാണ് വരിക അല്ലെ? നോക്കൂ, 6 ആയപ്പോ 1 r/r 1 കിട്ടില്ലേ? 2r ആകുമ്പോൾ 2r/r 2, 3r ആകുമ്പോൾ 3r/r ആണ് വരിക, 3 എന്ന് വരിക. 2πr ആകുമ്പോഴോ 2πr/r 2π എന്നാണ് വരിക. അതുപോലെ നമുക്ക് ഒരു ആർക്കിന്റെ ലെങ്ത് L ആണ് വിചാരിക്കുക. ഒരു ആർക്ക് ലെങ്ത് L എന്ന് വിചാരിക്കുക. ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈസ് L. Then what is the angle subtended at the center? നമുക്ക് 6 വന്നപ്പോ r/r 1 കിട്ടി, 2r വന്നപ്പോഴോ 2r/r 2 എന്ന് കിട്ടി, 3r വന്നപ്പോ 3r/r 3 എന്ന് കിട്ടും, 2πr ആയപ്പോ 2πr/r 2π എന്ന് കിട്ടും. എല്ലാം എന്ത് വരും? എല്ലാം L/r എന്നാണ് വരിക. r-ന് 1 ആണ്, 2r-ന് 2 ആണ്. അപ്പൊ L-ന് എന്തോ L/r എന്ന് വരും അല്ലെ? ഈ ആർക്ക് ലെങ്ത് L വന്നാൽ നമുക്ക് ഇവിടെ ആംഗിൾ തീറ്റ എന്തായിരിക്കും? തീറ്റ ഈക്വൽ L/r എന്നാണ് വരും അല്ലെ? സോ arc length of L subtends an angle theta L/r at the center. ഇവിടെ തീറ്റയുടെ വാല്യൂ L/r എന്നാണ് വരിക.
നോക്കൂ, നമ്മള് ജിയോജിബ്രയിലുള്ള ഒരു ഫിഗർ ആണ് സെയിം. റേഡിയസ് 1 ഉള്ള സർക്കിളാണ് കണ്ടില്ലേ, യൂണിറ്റ് സർക്കിൾ എന്നതാ, സെന്റർ ഒറിജിൻ ഓ വരും 1 വരുന്നത്. അപ്പൊ ഈ ലെങ്ത് 1 ആണ് കണ്ടില്ലേ, എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഈ ലെങ്ത്, ഇതിന്റെ ലെങ്ത്, ഈ ആർക്ക് ലെങ്ത് 1 ആണെങ്കിൽ സെന്ററിൽ 1 റേഡിയൻ ഉണ്ടാവും അല്ലേ. 1 റേഡിയന്റെ വാല്യാണ് 57.3 ഡിഗ്രി എന്നുള്ളത് ഇതില്ലേ. അപ്പൊ നമുക്ക് 1 റേഡിയന്റെ വാല്യാണ് 57.3 ഡിഗ്രി. അപ്പോൾ ഇവിടെ സെന്ററിൽ 1 റേഡിയൻ. അത് നമുക്ക് ഇത് വേറൊരു സർക്കിളാണ്, ഇതിന്റെ റേഡിയസ് 2 ആണ്, ഇവിടെ നിങ്ങളുടെ ലെങ്ത് 2 ആണ് കണ്ടില്ലേ. ഇത് 2 ആണെങ്കിൽ ഈ ലെങ്ത് എന്ത് തന്നെ ആയിരിക്കും? ഇത് 2 ആയിരിക്കും കണ്ടില്ലേ. അപ്പൊ സെന്ററിൽ 1 റേഡിയൻ ഉണ്ടാകുന്നത് കണ്ടില്ലേ. റേഡിയസ് 2 ഉള്ള ഒരു ആർക്ക് ലെങ്ത് എടുത്താൽ സെയിം ആംഗിൾ തന്നെയല്ലോ ഇവിടെ വരുന്നത്. അതുപോലെ ഇത് തേർഡ് സർക്കിൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ലെങ്ത് 3 ആണ്, ഈ ലെങ്ത് 3 ആണ്. അപ്പോൾ ഈ ആർക്ക് ലെങ്ത് എന്തായിരിക്കും? ഈ ആർക്ക് ലെങ്ത്തിന്റെ വാല്യൂ 3 എന്നാ വരിക. ഈ 3 സെന്റർ ഉണ്ടാക്കുന്നത് 1 റേഡിയൻ കണ്ടില്ലേ. അപ്പൊ ഈ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആർക്ക് ലെങ്ത് എടുക്കുക, അത് സെന്ററിൽ 1 റേഡിയൻ ആണ്. 1 റേഡിയൻ മാറില്ല, ഈ സർക്കിൾ മാറുന്നതിനനുസരിച്ച് ഈ ലെങ്ത് മാറുന്നുള്ളൂ, ഇവിടെ ആംഗിൾ മാറില്ല കണ്ടില്ലേ. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് റേഡിയൻ മെഷർ. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ ഈസ് ദി ആംഗിൾ സബ്സ്റ്റൻഡഡ് അറ്റ് ദി സെന്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് ഈക്വൽ ടു റേഡിയസ്. റേഡിയസിന് ഈക്വൽ ആർക്ക് ലെങ്ത് എടുക്കുക. അപ്പൊ യൂണിറ്റ് സർക്കിൾ എടുത്താൽ എന്ത് ചെയ്താൽ മതി? ആർക്ക് 1 ഉള്ളത് എടുത്താൽ കറക്റ്റ് കിട്ടുന്നു മാത്രം. ഇതാണ് 1 റേഡിയൻ. ഇനി 1 ഡിഗ്രി നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്നു അല്ലെ, 360 ഡിഗ്രി ആണുള്ളത്. നമുക്കറിയാം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ 90 ഡിഗ്രി അല്ലേ, ഇത് 90 ഡിഗ്രി ആയിരിക്കും കണ്ടില്ലേ. ഇപ്പൊ 1 ഡിഗ്രി എന്ന് കൊടുത്ത ജിയോജിബ്രയിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. 1 ഡിഗ്രി ആൽഫ ഉണ്ട്, ആൽഫ 1 ഡിഗ്രി കൊടുക്കുമ്പോൾ ഈ ആംഗിൾ വരും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇത് 1 ഡിഗ്രിയാണ് കണ്ടില്ലേ. 1 ഡിഗ്രി ഇവിടെ നമ്മൾ വരുന്നുണ്ട്. ഇതാണ് 1 ഡിഗ്രി. ഇപ്പോൾ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? 57 ഡിഗ്രി വരും കണ്ടില്ലേ. എത്ര വരും? 1/60 ഡിഗ്രിയുടെ ഏകദേശം അടുത്തായിട്ട് വരിക 57.3 ഡിഗ്രിയാണ് വരിക 1 റേഡിയൻ ആണ്. 1 റേഡിയനും 1 ഡിഗ്രി തമ്മിലുള്ള വ്യത്യാസം. ഇനി റേഡിയൻ മെഷർ ഇൻ ജനറൽ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആൻ ആർക്ക് ഓഫ് ലെങ്ത് ആർ. ഇതിലെ റേഡിയസ് ആർ ആണെങ്കിൽ ആർക്ക് ഓഫ് ലെങ്ത് ആർ വിൽ സബ്സ്റ്റൻഡ് an angle of 1 radian at the center of the circle. ഒരു സർക്കിൾ റേഡിയസ് r ആണെങ്കിൽ ആർക്ക് ലെങ്ത് r will subtend an angle of 1 radian at the center of the circle. In a circle of radius r, an arc of length L subtends an angle theta radian at the center. Then we have L by r equal to theta എന്ന് വരിക അല്ലേ. ഇപ്പോൾ റേഡിയസ് ആർക്ക് ലെങ്ത് r L ആണെങ്കിൽ റേഡിയസ് ആറും ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ തീറ്റ ഈക്വൽ എൽ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാം. എൽ ബൈ ആർ ഈക്വൽ ടു തീറ്റ എന്ന് വരിക. സോ എൽ ഈക്വൽ ടു ആർ തീറ്റ. അപ്പൊ ഒരു റേഡിയസും ആംഗിളും തന്നിട്ടുണ്ട്. ഈ തീറ്റ ആംഗിൾ റേഡിയൻ മെഷർ ആവണേ, അതാണ് എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ലെങ്ത് ഓഫ് ആൻ ആർക്ക് കാണാം. ഒരു ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ് എൽ ഈക്വൽ ടു ആർ തീറ്റ, തീറ്റ ഈക്വൽ ടു എൽ ബൈ ആർ. ആർ കാണാൻ എന്ത് ഇക്വേഷൻ തരും? ആർ ഈക്വൽ ടു എൽ ബൈ തീറ്റ എന്ന് വരിക ഇല്ലേ. ആർ ഈക്വൽ എൽ ബൈ തീറ്റ. ഈ രീതിയിൽ നമുക്ക് ആർക്ക് ലെങ്ത് കാണാം, റേഡിയസ് ഓഫ് എ സർക്കിൾ കാണാം, അതുപോലെ ആംഗിൾ സബ്സ്റ്റൻഡഡ് അറ്റ് ദി സെന്ററും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു 1-2 എക്സാമ്പിൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ ചെയ്യുക സെക്കൻഡ് പാർട്ടിൽ പ്രോബ്ലംസ് ആണ് വരുന്നത്, അതിൽ നമ്മൾ ചെയ്യും കേട്ടോ. ഒരു കണക്ക് നോക്കൂ. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. റേഡിയസ് 3 തന്നിട്ടുണ്ട്. വിച്ച് സബ്സ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് π/3 റേഡിയൻ അറ്റ് ദി സെന്റർ. പൈ ഈക്വൽ 3.14 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പൈ ഇറാഷണൽ നമ്പർ ആണ്, അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഇത് 3.14 എന്ന് എടുക്കുക. അതുപോലെ 22/7 എന്നും നമ്മൾ സാധാരണ എടുക്കാറുണ്ട്. 22/7 എടുക്കാറുണ്ട്, 3.14. പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്, കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടില്ല. നമുക്കറിയാം എൽ ബൈ ആർ തീറ്റയാണ് അല്ലെ. തീറ്റ π/3 തന്നിട്ടുണ്ട്, ആർ ഈസ് ഈക്വൽ 3 തന്നിട്ടുണ്ട്, റേഡിയസ് 3 അല്ലെ. ആംഗിൾ തീറ്റ π/3 റേഡിയൻ മെഷർ തരണം കേട്ടോ. ഡിഗ്രി മെഷർ ആണ് തരുന്നതെങ്കിൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൽ ഈക്വൽ ആർ തീറ്റ, ലെങ്ത് ഓഫ് ആർക്ക് കാണാം. എൽ ഈക്വൽ എൽ എന്താ 3 അല്ലേ, 3 × π/3 എന്ന് വരും അല്ലെ. 3 × π/3, 3 and 3 ക്യാൻസൽഡ്, ഈക്വൽ ടു പൈ എന്ന് വരും. പൈയുടെ വാല്യൂ 3.14 ഉണ്ടല്ലേ. എൽ ഈസ് ഈക്വൽ 3.14 എന്നാണ് നമുക്ക് വരും. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm വിച്ച് സബ്സ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് π/3 റേഡിയൻ അറ്റ് ദി സെന്റർ. ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. Another example, find the radius of a circle in which an arc of length 4 cm subtends an angle of π/6 radian at the center. ഇവിടെ നമുക്ക് റേഡിയസ് ആണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാവുന്ന കേസ് എന്തൊക്കെയാണ്? എൽ ബൈ ആർ എന്താ? എൽ ബൈ ആർ തീറ്റ നമുക്കറിയാം. തീറ്റ സമം π/6 തന്നിട്ടുണ്ട്, എൽ 4 തന്നിട്ടുണ്ട് അല്ലെ. ആർക്ക് ഓഫ് ലെങ്ത് 4 cm, ആർ കണ്ടുപിടിക്കണം.
അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എൽ ആർ തീറ്റ ആണ് വരിക. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആർ? ആർ സമയം എൽ ബൈ തീറ്റ എന്ന് എഴുതാം അല്ലെ. തീറ്റ ഈ ഭാഗത്തേക്ക് എടുത്താൽ ആർ ഈക്വൽ എൽ ബൈ തീറ്റ. എല്ലിന്റെ വാല്യൂ എത്ര? എൽ 4 ആണ്, തീറ്റ 5/6. അപ്പൊ അതിനതുപോലെ 4/5/6 എന്ന് എഴുതാം. ഇനി 4/5/6 6 കണ്ട് മുകളിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചിട്ട് വരും. മുകളിലേക്ക് വരുമ്പോൾ 6/π എന്നാവും അല്ലേ. തിരിച്ചിട്ടാണ് ഇവിടെ മുകളിൽ എഴുതേണ്ടത്. റെസിപ്രോക്കൽ എടുത്തുകൊണ്ട് ഗുണിക്കാം. അപ്പൊ 4 × 6/π എന്ന് വരും. 4 × 6 24. പൈയുടെ വാല്യൂ 3.14 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് 7.64 ചെയ്യും കിട്ടും. ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വരും. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്റർ നമുക്ക് പരീക്ഷയ്ക്കും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്, റേഡിയസ് കാണാം. അതുപോലെ റേഡിയസും തരുന്നു, ലെങ്ത് ഓഫ് ആർക്ക് തരുന്നു, തീറ്റ കാണാം. തീറ്റ കാണാൻ L/R ഉപയോഗിച്ച് നമുക്ക് കാണാം. ഇത് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഇതിന്റെ പ്രോബ്ലം സെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷർ. സിൻസ് എ സർക്കിൾ സബ്സ്റ്റൻസ് അറ്റ് ദി സെന്റർ ആൻ ആംഗിൾ ഹൂസ് റേഡിയൻ മെഷർ ഈസ് 2π, റേഡിയൻ 2π വരിക, ആൻഡ് ഇസ് ഡിഗ്രി മെഷർ ഈസ് 360 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു സർക്കിളിന്റെ മൊത്തം 360 ഡിഗ്രിയാണ് വരിക, ഡിഗ്രി റേഡിയൻ 2π. സോ വി ഗെറ്റ് 2π റേഡിയൻ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് വരും. 2π റേഡിയൻ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ റേഡിയൻ? രണ്ട് സൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ വി ഗെറ്റ് 1 റേഡിയൻ ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ 180 ഡിഗ്രി. അപ്പൊ 1 റേഡിയൻ കാണാൻ രണ്ട് സൈഡും പൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, 180/π ഡിഗ്രി എന്ന് വരും. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π ഡിഗ്രി. ഇതിന്റെ വാല്യൂ ഉണ്ട് 57 ഡിഗ്രി 16 മിനിറ്റ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടല്ലേ. 57 ഡിഗ്രി 16 മിനിറ്റ് എന്ന് വരിക അപ്രോക്സിമേറ്റ് വാല്യൂ ഉണ്ടല്ലേ. ഇപ്പൊ 60 ഡിഗ്രിയുടെ അടുത്താകുമ്പോൾ നേരത്തെ വാല്യൂ കണ്ട നമുക്ക് ഓർമ്മല്ലേ, അതിന്റെ വാല്യൂ വരുന്നത് ഇത് 57 ഡിഗ്രി 16 മിനിറ്റ്. ഇതിനെ 0.3 ഡിഗ്രി ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കാം. 180 വരണം 0.3ക്ക് അല്ലേ, 6 വരും. ഇവിടെ 16 ആകുമ്പോൾ 0.3 അപ്രോക്സിമേറ്റ് വാല്യൂ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എടുത്തപ്പോൾ 57.3 ഡിഗ്രി എന്ന് വരാൻ കാരണം. അതുപോലെ 1 ഡിഗ്രി എന്താ വരിക, പൈ റേഡിയൻ 180 ഡിഗ്രി അല്ലെ. 180 ഡിഗ്രി ആണ് പൈ റേഡിയൻ. അപ്പൊ 1 ഡിഗ്രി എന്താവും, π/180 റേഡിയൻ വരും. രണ്ട് സൈഡിലും 180 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ 1 ഡിഗ്രി വരും. ഇവിടെ എന്താവും, π/180 റേഡിയൻ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ. π/180 റേഡിയൻ. അപ്പൊ പൈക്ക് വാല്യൂ എടുത്താൽ 0.01746 റേഡിയൻ അപ്രോക്സിമേറ്റ്. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0.01746 റേഡിയൻ. ഈ വാല്യൂസ് നിങ്ങൾ പഠിക്കുക. ഈ രണ്ട് വാല്യൂ കൃത്യമായിട്ട് അറിയണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ പ്രോബ്ലംസ് ചെയ്യുക. കാരണം ഒരു ഡിഗ്രി മെഷർ കിട്ടിയാൽ റേഡിയനിലേക്ക് മാറ്റേണ്ടി വരും. റേഡിയൻ മെഷർ വന്നാൽ ഡിഗ്രി കാണും. അപ്പോൾ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π ഡിഗ്രി. 1 ഡിഗ്രി ഈസ് π/180 റേഡിയൻ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇപ്പൊ പൈ റേഡിയൻ 180 ഡിഗ്രി. സോ 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π ഡിഗ്രി ഉണ്ടല്ലേ. അതുപോലെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാലോ π/180 റേഡിയൻ. ഇത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് പഠിച്ചാൽ മതി. പൈ റേഡിയൻ 180 എന്ന് പഠിച്ചാൽ മതി, അതിൽ നിന്ന് ഇത് കിട്ടും കേട്ടോ. പൈ റേഡിയൻ. അപ്പൊ 1 റേഡിയൻ 180/π ഡിഗ്രിയാണ്. 1 ഡിഗ്രി π/180 റേഡിയൻ. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിയണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു ഡിഗ്രി മെഷർ തന്നാൽ അതിനെ റേഡിയനിലേക്ക് മാറ്റാം, റേഡിയൻ മെഷർ തന്നാൽ ഡിഗ്രിയിലേക്കും മാറ്റാം. ഇപ്പൊ 1 ഡിഗ്രി നമ്മൾ എഴുതി π/180 റേഡിയൻ ആണ്. ഫൈൻഡ് ദ റേഡിയൻ മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദി ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. കുറെ ഡിഗ്രി മെഷർ തന്നിട്ടുണ്ട്. 30 ഡിഗ്രി 45 ഡിഗ്രി 60 90 ഡിഗ്രി 120 270 ഡിഗ്രി. ഇതിന് കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ കാണും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1 ഡിഗ്രിയുടെ വാല്യൂ ഇതാ. 1 ഡിഗ്രി എന്താ, π/180 റേഡിയൻ ആണ് ഇതില്ലേ. ഇപ്പൊ 30 ഡിഗ്രി കാണാൻ എന്ത് ചെയ്താൽ മതി, 30 ഡിഗ്രി ആണ് 30 × 1 ഡിഗ്രി എന്നല്ല വരിക. 30 ഡിഗ്രി ആണ് 30 × 1 ഡിഗ്രി. 1 ഡിഗ്രിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, π/180 റേഡിയൻ കൊടുക്കാം. സോ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 30 × π/180 റേഡിയൻ. ഇനി ഒരു 0 രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. 0 0 ക്യാൻസൽ ചെയ്യും. പിന്നെ 3/18 വരിക അല്ലെ. 3 കൊണ്ട് 18 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, ഇവിടെ 6 വരും. π/6 എന്നാണ് വരിക. സോ വി ഗെറ്റ് π/6 റേഡിയൻ. 30 ഡിഗ്രി ഈക്വൽ ടു π/6 റേഡിയൻ. ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം 30 ഡിഗ്രി 45 60 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ആംഗിൾസ് ആണ്. അതിന് കറസ്പോണ്ടിങ് റേഡിയൻ മെഷേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. 30 ഡിഗ്രി ഈക്വൽ ടു π/6 റേഡിയൻ. 45 ഡിഗ്രി ഈക്വൽ എന്ത് വരും, ഇതേപോലെ 45 × π/180 ഡിഗ്രി എന്ന് വരും അല്ലെ. π/180 റേഡിയൻ വരും. 45 ഡിഗ്രി ആണ് 45 × π/180 റേഡിയൻ.
ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം 45 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 45 90 180 അല്ലേ 4 വരും 2 സൈഡ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും 45 2 സൈഡ് ഡിവൈഡ് ഇവിടെ 4 വരും ഈക്വൽ പൈ ബൈ 4 എന്നാണ് 45 ഡിഗ്രി ഈക്വൽ പൈ ബൈ 4 റേഡിയൻ നോക്കൂ 30 ഡിഗ്രി പൈ ബൈ 6 ആണ് അപ്പൊ 60 ഡിഗ്രി എന്താ വരിക ഇതിനോട് വിളിച്ചാൽ പോരെ പൈ ബൈ 3 റേഡിയൻ എന്നാണ് 60 ഡിഗ്രി വരിക 60 ഡിഗ്രിക്ക് 60 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ വരും അല്ലേ 6 0 0 ക്യാൻസൽ ആയി പോയി 6 പൈ ബൈ 3 വരും അല്ലേ പൈ ബൈ 3 റേഡിയൻ 90 ഡിഗ്രി 90 ഇൻറ്റു പൈ ബൈ 180 പൈ ബൈ 2 റേഡിയൻ വരും 60 ഡിഗ്രി സിക്കലു പൈ ബൈ 3 റേഡിയൻ 90 ഡിഗ്രി സിക്കലു പൈ ബൈ 2 റേഡിയൻ അതുപോലെ 120 ഡിഗ്രി എന്ന് പറഞ്ഞാലോ 120 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ ഇവിടെ ഒരു 0 ക്യാൻസൽ ചെയ്യാം പിന്നെ 12 ഇവിടെ 18 ആണ് 6 കൊണ്ട് 2 സൈഡ് ഇവിടെ അപ്പൊ 2 പൈ ബൈ 3 എന്നാ വരിക ഇത് 6 കൊണ്ട് 2 വരും ഇവിടെ 3 അപ്പൊ 2 പൈ ബൈ 3 റേഡിയൻ 120 ഡിഗ്രി സിക്കൽ 2 പൈ ബൈ 3 റേഡിയൻ 270 ഡിഗ്രി 270 ഇൻറ്റു എന്ത് വരും സെയിം വാല്യൂ പൈ ബൈ 180 റേഡിയൻ വീണ്ടും 0 ക്യാൻസൽ ചെയ്ത് ഇവിടെ 27 ഇവിടെ 18 രണ്ടും 9 മൾട്ടിപ്പിളാ ഇവിടെ 3 ഇവിടെ 2 എന്ന് വരും രണ്ടും ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും ഇവിടെ 2 3 പൈ ബൈ 2 270 ഡിഗ്രി ഈക്വൽ 3 പൈ ബൈ 2 അപ്പൊ നമുക്ക് ഒരു ഡിഗ്രി മെഷർ തന്നാൽ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ത് ചെയ്യണം 1 ഡിഗ്രിയുടെ വാല്യൂ അറിയണം 1 ഡിഗ്രി ഈക്വൽ പൈ ബൈ 180 റേഡിയൻ ആണ് ഇത് റിലേറ്റഡ് ആംഗിൾസ് ആണ് ഇതെല്ലാം ഈ ആംഗിൾസിന്റെ വാല്യൂസ് നമുക്ക് കൃത്യമായിട്ട് അറിയണം 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്ന് എത്രയാ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 6 ആണ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 ആണ് 60 ഡിഗ്രി പൈ ബൈ 3 90 ഡിഗ്രി പൈ ബൈ 2 180 ഡിഗ്രി പൈ 270 ഡിഗ്രി 3 പൈ ബൈ 2 360 ഡിഗ്രി 2 പൈ അപ്പൊ ഇത് ഒരു കോളാക്കി നിങ്ങൾ വരച്ച് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കണം മാത്രമല്ല ഇത് കൃത്യമായിട്ട് പഠിക്കണം എല്ലാവരും കേട്ടോ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ മാത്തമാറ്റിക്സിലെ പ്രത്യേകതയാണ് ഇത് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്ക് പിന്നെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത് കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതിയെടുക്കുക ഈ വാല്യൂസ് പഠിക്കുക 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 6 ആണ് റേഡിയൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാലോ പൈ ബൈ 4 റേഡിയൻ ആണ് 60 ഡിഗ്രി പൈ ബൈ 3 ആണ് 90 ഡിഗ്രി പൈ ബൈ 2 റേഡിയൻ 180 ഡിഗ്രി പൈ ആണ് 270 ഡിഗ്രി 3 പൈ ബൈ 2 360 ഡിഗ്രി 2 പൈ ഇനി നമുക്ക് ഫൈൻഡ് ദ ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു ദി ഫോളോയിങ് റേഡിയൻ മെഷർ 4 റേഡിയൻ മെഷർ തന്നിട്ടുണ്ട് അതിന്റെ ഡിഗ്രി മെഷർ കാണാം അതിന് ആദ്യം നമുക്ക് എന്താ അറിയണം 1 റേഡിയൻ ഈസ് ഈക്വൽ ടു എത്ര വരിക 180 ബൈ പൈ ഡിഗ്രി അല്ലെ പൈ റേഡിയൻ 180 ഡിഗ്രി അല്ലേ അപ്പൊ 1 റേഡിയൻ 180 ബൈ പൈ ഡിഗ്രി എന്നാണ് അപ്പൊ നമുക്ക് പൈ ബൈ 12 കാണും പൈ ബൈ 12 റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ ബൈ 12 ഇൻറ്റു ഇത് ഇൻറ്റുവിന്റെ സിമ്പിളാണ് 1 റേഡിയന്റെ വില എഴുതി അല്ലെ പൈ ബൈ 12 ഇൻറ്റു 180 ബൈ പൈ ഈ പൈയും പൈ ക്യാൻസൽ ആയി പോകും ഇല്ലേ ഇപ്പൊ 180 ബൈ 12 12ന്റെ മൾട്ടിപ്പിൾ ആണ് 15 വരും അല്ലെ 15 ഇൻറ്റു 12 ആണ് 180 വരിക സോ ഇത് ക്യാൻസൽ ചെയ്താൽ 15 ഡിഗ്രി നമുക്കറിയാം പൈ ബൈ 6 30 അല്ലേ ഇനോ പൈ ബൈ 6 റേഡിയൻ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ് അപ്പൊ പൈ ബൈ 12 എന്താവും 15 ഡിഗ്രി എന്ന് വരും ഇപ്പൊ ഇത്രയുള്ളൂ ഇവിടെ എന്താണ് വരുന്നത് അതിനെ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഡിഗ്രി വരും രണ്ടാമത്തെ മൈനസ് പൈ ബൈ 4 പൈ ബൈ 4 നേരത്തെ നമുക്ക് കിട്ടിയിരുന്നത് ഏതായിരുന്നു പൈ ബൈ 4 45 ഡിഗ്രിയാണ് മൈനസ് പൈ ബൈ 4 ആകുമ്പോൾ മൈനസ് 45 ഡിഗ്രി വരും മൈനസ് പൈ ബൈ 4 റേഡിയൻ എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ 4 ഇൻറ്റു 180 ബൈ പൈ ഡിഗ്രി പൈ ക്യാൻസൽ ചെയ്താൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൈനസ് 45 ഡിഗ്രി എന്ന് വരും അപ്പോൾ റേഡിയൻ മെഷർ എന്നതിനെ കറസ്പോണ്ട് ഡിഗ്രിയിലേക്ക് നമുക്ക് മാറ്റാം ഡിഗ്രി എന്നാൽ റേഡിയനിലേക്കും മാറ്റാം മൂന്നാമത്തെ നമുക്ക് 5 പൈ ബൈ 3 അല്ലേ 5 പൈ ബൈ 3 എന്ത് ചെയ്യണം 5 പൈ ബൈ 3 റേഡിയൻ കാണാം 5 പൈ ബൈ 3 ഇൻറ്റു 180 ബൈ പൈ എന്നാണ് വരിക 5 പൈ ബൈ 3 റേഡിയൻ എന്ന് പറഞ്ഞാൽ 5 പൈ ബൈ 3 ഇൻറ്റു 180 ബൈ പൈ ഡിഗ്രി പൈ ആൻഡ് പൈ ക്യാൻസൽഡ് 3 180 ആണ് 60 വരും അല്ലെ 60 ഇൻറ്റു 3 180 അല്ലേ ഇത് 5 ഇൻറ്റു 60 എന്ന് പറഞ്ഞാലോ 300 ഡിഗ്രിയാണ് വരിക 5 പൈ ബൈ 3 ആണ് 300 ഡിഗ്രി പൈ 180 കൊടുത്താലും മതി അല്ലേ 5 ഇൻറ്റു 180 ബൈ 3 വാല്യൂ കിട്ടും അടുത്തത് നാലാമത്തെ 7 പൈ ബൈ 6 7 പൈ ബൈ 6 റേഡിയൻ 7 പൈ ബൈ 6 ഇൻറ്റു 180 ബൈ പൈ 1 റേഡിയന്റെ വാല്യൂ കൊടുത്തു വീണ്ടും 6 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം എത്ര 30 എന്ന് വരും
പൈ ക്യാൻസൽ ചെയ്യാം, പൈ ആൻഡ് പൈ ക്യാൻസൽ. 7 into 30 210 ഡിഗ്രി ഇല്ലേ. കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ. അപ്പോൾ ഇത് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ 20 മിനിറ്റ് എന്നുള്ളില്ലേ, ഈ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. ഇങ്ങനെ ഇതാ 180 ഡിഗ്രി പൈ ആണ്. അപ്പോൾ 1 ഡിഗ്രി എത്ര, പൈ ബൈ 180 റേഡിയൻ എന്ന് വരും. അപ്പോൾ ഡിഗ്രിയെ മാറ്റാണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം 60 മിനിറ്റ് പറഞ്ഞാൽ 1 ഡിഗ്രിയാണ്. അപ്പോൾ 1 മിനിറ്റ് എത്രയായി, 1/60 ഡിഗ്രി എന്ന് വരും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 20 മിനിറ്റ്? 20 മിനിറ്റ് 20 into 1/60 ഡിഗ്രി. 0 ക്യാൻസൽ ചെയ്താൽ 1/3 എന്ന് വരും. 2 and 6 ക്യാൻസൽ ചെയ്യാം, 1/3 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 40 ഡിഗ്രി 20 മിനിറ്റ് എന്നുള്ളത് 40 ഡിഗ്രി പ്ലസ് 1/3 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് 40 പ്ലസ് 1/3 ഡിഗ്രി എന്ന് എഴുതി. ഈ 3 LC എടുത്തു കഴിഞ്ഞാൽ 3 into 40 3 into 40 പ്ലസ് 1/3 എന്നാണ്. മൊത്തം 3 LC എടുക്കുക. 121/3 ഡിഗ്രി, 121/3 ഡിഗ്രി എന്നായി അല്ലേ. അപ്പോൾ ഇനി ഇതിനെന്ത് ചെയ്താൽ മതി, പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു 121/3 ഡിഗ്രി ആണ്. 121/3 ഇൻറ്റു പൈ ബൈ 180, പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ 3 into 180 ആണ് 540 എന്ന് വരും. 121 പൈ ബൈ 540 റേഡിയൻ. ഇതാണ് 40 ഡിഗ്രി 20 മിനിറ്റിന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നു കഴിഞ്ഞാൽ അതിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രിഗണോമെട്രിയുടെ പാർട്ട് 1 ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കി ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്. ഈ സെക്ഷനിൽ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇതിലെ പാർട്ട് 2 വരിക. താങ്ക് യു ആൾ ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.